ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് തക്കാളിക്കറിയാണ്. ബിഗിനേഴ്സിനായാലും ബാച്ചിലേഴ്സിനായാലും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സംഭവമാണിത്. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഈ ഒരൊറ്റ കറി മതി. വളരെ ഈസിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോള ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് അത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ആ കളർ ഒന്ന് മാറി വരുമ്പോൾ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടിയിട്ട് നന്നായിട്ട് വഴറ്റാം. ആ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് 2 മീഡിയം സൈസ് സവോള ചേർത്ത് നന്നായിട്ട് വഴറ്റാം. അതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സവോളയ്ക്ക് 2 തക്കാളി എന്നുള്ള ലെവലിലാണ് എടുത്തിരിക്കുന്നത്. ഈ തക്കാളി നന്നായിട്ട് ഉടയണം. അതിനൊരു 1-2 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. തീ കൂട്ടി വെച്ച് അടി കരിയേ. അപ്പോൾ നമുക്കിനി അതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ. ഇനി അതിലേക്ക് ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ആക്കാം. അപ്പോൾ കറി റെഡിയായി. ഇത്ര എളുപ്പമാണ്, ഭയങ്കര ഈസിയാണ് ഇതുണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ആക്കാം. കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. എല്ലാ തിങ്കളാഴ്ചയാണ് കേട്ടോ നമ്മൾ വീഡിയോസ് ഇടുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഫേസ്ബുക്ക് പേജിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് നമ്മുടെ ചാനലിനൊരു പേജുണ്ട്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.